ഒരു വ്യക്തിക്ക് ഒരു പ്രയാസം ഉണ്ടാകുമ്പോൾ ഭയങ്കര സങ്കടം ഉണ്ടാവും. ആ പ്രയാസം ഉണ്ടാകുമ്പോൾ മാത്രമല്ല ആ സങ്കടം വരിക. ആ പ്രയാസത്തെക്കുറിച്ച് ഓർക്കുമ്പോഴും അതാരെങ്കിലുമൊക്കെ പറയുമ്പോഴും അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുമ്പോഴും ആ മനുഷ്യന്റെ മനസ്സ് വേദനിക്കും. അത് സ്വാഭാവികമാണ്. പിശാജ് ജീവിതത്തിൽ വലിയ പ്രയാസം നേരിട്ടത് 4 ഘട്ടങ്ങളിലാണ്. ഒന്ന്, അവൻ ശപിക്കപ്പെട്ട സമയത്താണ്. മറ്റൊന്ന്, സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടപ്പോഴാണ്. മൂന്നാമത്തെ രംഗം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചപ്പോഴാണ്. നാലാമത്തേത് മുത്തുനബിക്ക് ഫാത്തിഹ സൂറത്ത് ഇറക്കപ്പെട്ടപ്പോഴാണ്. അപ്പോൾ മുത്തുനബിക്ക് ജനനം സംഭവിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനത്തിൽ പ്രപഞ്ചം മുഴുവനും സന്തോഷിച്ചപ്പോൾ സങ്കടപ്പെട്ടത് ഇബ്ലീസ് മാത്രമാണ്. ഇന്നും നമ്മൾ മുത്തുനബിയുടെ പ്രസവ സമയത്തെ, ജനന സമയത്തെ കഥകളും അത്ഭുതങ്ങളും പറയുമ്പോൾ യഥാർത്ഥത്തിൽ ആ സങ്കടം പിശാചിനിങ്ങനെ ഓർമ്മ വരും. ആ പ്രയാസം അവന് വല്ലാതെ ഉണ്ടാകും. റന്ന ഇബ്ലീസു 4 മറാത്തിൻ എന്ന് പറഞ്ഞിട്ടാണ് മഹാന്മാർ ആ സംഭവം പറയുന്നത്. 4 പ്രാവശ്യമാണ് ഇബ്ലീസ് പൊട്ടിക്കരഞ്ഞത് എന്ന്. മുത്തുനബിയുടെ ജനന സമയത്ത് പൊട്ടിക്കരഞ്ഞവനാണ് പിശാച്. ആ ജനന സമയത്ത് അത്ഭുതങ്ങൾ കേൾക്കുമ്പോൾ അവൻ ഇപ്പോഴും കരയും. അവന് വലിയ പ്രയാസം ഉണ്ടാകും. അവൻ മുഅ്മിനീങ്ങളുടെ ശത്രുവാണെന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്. എന്നാൽ അള്ളാഹുവിനും അള്ളാഹുവിന്റെ റസൂലിനും മുത്തുനബിയെക്കുറിച്ച് പറയാന്നുള്ളത് വലിയ സന്തോഷമുള്ളതാണ്. ഹസാൻ ബിൻ സാബിത്ത് മദീനത്തെ പള്ളിയിലെ അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർമ്മിച്ച മിമ്പർ, അവിടെ നിന്ന് ഇങ്ങനെ പാട്ടുപാടാണ്. മദീനത്തെ പള്ളിയിൽ വെച്ചിട്ടാണ് പാട്ടുപാടുന്നത്. അപ്പോഴും ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു അതിലിങ്ങനെ കടന്നു പോകുന്നു. ഉമർ തങ്ങളൊന്ന് നോക്കിയപ്പോൾ ഹസാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഇവിടെ വെച്ച് ഞാൻ പാട്ടുപാടിയിട്ടുണ്ട്, നിങ്ങളെക്കാൾ ഖൈറായ ഒരാളുടെ മുന്നിൽ വെച്ചിട്ട് ഞാൻ പാട്ടുപാടിയിട്ടുണ്ട് എന്ന് ഹസാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട്. ഉടനെ അപ്പുറത്ത് നിന്ന് അബൂ ഹുറൈറ സത്യമാണ് ആ പറഞ്ഞത് എന്ന് പറയുന്നു. അപ്പോൾ ഹസാൻ ബിൻ സാബിത്ത് തങ്ങൾ ചോദിക്കുന്നുണ്ട്, അബൂ ഹുറൈറ നിങ്ങൾ കേട്ടിട്ടില്ലേ മുത്തുനബി ഞാൻ പാട്ടുപാടുമ്പോൾ പറയുന്നത് റൂഹുൽ ഖുദ്സിനെ കൊണ്ട് ഹസ്സാൻ ശക്തി കൊടുക്കണേ എന്ന് മുത്തുനബി ദുആ ചെയ്യുന്നത് കേട്ടിട്ടില്ലേ? ജിബ്രീലിനെ കൊണ്ട് ശക്തി കൊടുക്കാൻ അള്ളാഹുവിന്റെ ഹബീബിന്റെ പ്രാർത്ഥന. എന്തിന്? മുത്തുനബിയെ മദ്ഹ് പറഞ്ഞപ്പോൾ. അപ്പോൾ മുത്തുനബിയെ മദ്ഹ് പറയുന്നത് മുത്തുനബിക്ക് സന്തോഷമാണ്, അള്ളാഹുവിന് സന്തോഷമാണ്. പക്ഷേ പിശാചിന് അത് ഭയങ്കര പ്രയാസമാണ്. അപ്പൊ അവൻ ആ മദ്ഹ് പറയുമ്പോഴും ആ മദ്ഹിൽ കൂടുമ്പോഴും മൗലിദ് ഓതുമ്പോഴും ഒക്കെ അതിനൊക്കെ ശല്യം ചെയ്യാനും പങ്കെടുക്കാതിരിക്കാൻ എന്തെല്ലാം വഴികളുണ്ടോ അതെല്ലാം അവൻ നോക്കിക്കൊണ്ടിരിക്കുമെന്നുള്ളത് സ്വാഭാവികതയാണ്. അള്ളാഹുവിനെയും റസൂലിനെയും സന്തോഷിപ്പിക്കണം നമ്മൾ. പിശാചിന് സങ്കടപ്പെടുത്തുകയും വേണം. കാരണം പിശാച് നമ്മുടെ ശത്രുവാണ്.